കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നമ്മളെ വിട്ടുപിരിഞ്ഞ KP ബ്രഹ്മാനന്ദൻ എന്ന ഗായകനെ കുറിച്ചാണ് അദ്ദേഹത്തിന് നൽകുന്ന ആദരാഞ്ജലിയാണ് ഇന്നത്തെ എപ്പിസോഡ്. മണപ്പുറത്തൊരു താമരകളിത്തോണി വന്നെടുത്തു താമരകളിത്തോണി. അദ്ദേഹം കടക്കാവൂർ സ്വദേശിയാണ്. 12 വയസ്സ് മുതൽ കടക്കാവൂർ സുന്ദരൻ ഭാഗവതർ അദ്ദേഹത്തിന്റെ അടുത്ത് സംഗീതം അഭ്യസിച്ചു. ഡാൻസർ ചന്ദ്രശേഖരൻ നായർ സാറിന്റെ ഓപ്പറയിൽ ധാരാളം പാടിയിരുന്നു. ആറ്റിങ്ങൽ ദേശാഭിമാനി തിയേറ്റേഴ്സിന്റെ നാടകത്തിലും പാടി. അതിലാദ്യം പാടാൻ അവസരം ലഭിച്ചു. അതുപോലെ തന്നെ റേഡിയോയ്ക്കും നാടകങ്ങൾക്കും വേണ്ടി ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. ആകാശവാണി നടത്തിയ ഓൾ ഇന്ത്യ കോമ്പറ്റീഷനിൽ മികച്ച ഗായകനായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ആ ഗാനം രാഘവൻ മാസ്റ്റർ ശ്രദ്ധിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് മദ്രാസ് വരെ വരുത്തിച്ചിട്ടാണ് ആദ്യം കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിലെ മാനത്തിക്കായലിൽ നിന്ന് ഗാനം പാടിച്ചത്. അദ്ദേഹം ബ്രഹ്മാനന്ദന്റെ ശബ്ദം ഒരു പ്രത്യേകതയുള്ള ശബ്ദമാണ്. ആ ശബ്ദം ആണ് രാഘവൻ മാസ്റ്ററിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത തലമുറ രാകേഷ് ബ്രഹ്മാനന്ദനും നല്ലൊരു ഗായകനാണ്. അദ്ദേഹം ഓൾറെഡി ഫിലിമിലൊക്കെ പാടി തുടങ്ങി. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് 1971 റിലീസായ CID നസീർ എന്ന ചിത്രത്തിൽ നിന്ന് ഒരു പ്രസിദ്ധമായ ഒരു ഗാനം. നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം. ബ്രഹ്മാനന്ദൻ ചേട്ടൻ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെയാണ്. കാരണം അത്രയും ഗാംഭീര്യമുള്ളൊരു ശബ്ദം, ഒരു അക്ഷരസ്ഫുടത, അതുപോലെ ഏത് പാട്ട് പാടിയ എല്ലാ പാട്ടുകളും ഹിറ്റായിട്ടുള്ള സോങ്സ്, അതൊക്കെ വളരെ ഒരു പ്രത്യേകതയാണ്. അദ്ദേഹം ഒരു പടത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചു. മട്ടിച്ചാറ് മണക്കുന്ന ഒരു സൂപ്പർ ഹിറ്റ് സോങ് ആയിരുന്നു. ഗാനമേളയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പാട്ട് പാടാതെ ആരും ഞങ്ങളെ താഴോട്ട് ഇറക്കിയിരുന്നില്ല, പാട്ട് പാടാതെ വിട്ടിരുന്നില്ല. അത്രയ്ക്ക് ഹിറ്റ് സോങ്സ് ആയിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുമ്പം ബ്രഹ്മാനന്ദൻ, പരമാനന്ദൻ, ഹരി, തങ്കൻ, ശ്രീകാന്ത് എന്ന് വേണ്ട അവരുടെ കുടുംബം മുഴുവൻ ഞങ്ങളുടെ കുടുംബമായിട്ട് വളരെ ബന്ധമുള്ളതാണ്. അദ്ദേഹം വളരെ നേരത്തെയാണെന്ന് തോന്നുന്നു നമ്മളെല്ലാം വിട്ട് പിരിഞ്ഞു പോയത്. അദ്ദേഹത്തിന്റെ മകൻ രാകേഷ് ബ്രഹ്മാനന്ദൻ നന്നായിട്ട് പാടും. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഞാൻ ഈ പറഞ്ഞ എല്ലാ വ്യക്തികൾക്കും ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ മുമ്പിൽ തലകുനിച്ചുകൊണ്ട് ഞാനൊരു ഗാനം ആലപിക്കുകയാണ്. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി വന്നെടുത്തു
കളിത്തോണി. ഞാൻ ചെന്നൈയിൽ ചില മ്യൂസിക് ഡയറക്ടേഴ്സിന് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ബ്രഹ്മാനന്ദൻ ചേട്ടൻ വന്ന് പാടിയിട്ടുണ്ട്. അപ്പം ബ്രഹ്മാനന്ദൻ പാടുന്നത്, സ്റ്റുഡിയോയിൽ പാടുന്നതും ഒക്കെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇവർ രണ്ടും പറഞ്ഞ പോലെ ബ്രഹ്മാനന്ദൻ ചേട്ടൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ശബ്ദം തന്നെയാണ്. നമുക്ക് ചില പാട്ടുകൾ ബ്രഹ്മാനന്ദൻ ചേട്ടൻ പാടിയത് പിന്നെ ആര് പാടി കേട്ടാലും അത്രയ്ക്ക് ഒരു സുഖം വരാത്തത് അതുകൊണ്ട് തന്നെയാണ്. ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു ടെക്സ്ചറാണ് ശബ്ദത്തിന്. എനിക്കും ബ്രഹ്മാനന്ദൻ ചേട്ടൻ്റെ മകനെ നന്നായി അറിയാം. രാകേഷൻ നന്നായിട്ട് പാടുന്ന പയ്യനാണ്. അപ്പൊ രാകേഷിനും എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ബ്രഹ്മാനന്ദൻ ചേട്ടന് വേണ്ടി. നമുക്ക് എല്ലാവർക്കും വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. താരകരൂപിണി നീ എന്നുമെന്നുടെ ഭാവന രോമാഞ്ചമായിരിക്കും. ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലും പാലപ്പൂവായിരിക്കും. താരകരൂപിണി നീ എന്നുമെന്നുടെ ഭാവന രോമാഞ്ചമായിരിക്കും. ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലും പാലപ്പൂവായിരിക്കും. താരകരൂപിണി